ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മളിത് അമ്പലത്തിൽ പോട്ടെ. രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവുന്നുണ്ടോ, റബ്ബർ കാട്ടിലൊക്കെ നല്ല മഞ്ഞാട്ടോ. മക്കളിതാ അവിടെ മുമ്പിൽ ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിൽ പോവുകയാണേ. ഇന്ന് 1-ാം തീയതിയാണ് കേട്ടോ. നമ്മളുടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. മക്കളിതാ രണ്ടാളിതാ മുമ്പിൽ ഓടി പോകണ്ടേ. നല്ല മഞ്ഞാട്ടോ രാവിലെ. അപ്പം നമ്മളിത് അമ്പലത്തിൽ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ രാവിലെ നടന്നിട്ട്, രാവിലെ നല്ല മഞ്ഞും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പാടാണ്, ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ. അതെന്താ നല്ല അവിടെ നമുക്ക് ആ പാടത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല മഞ്ഞാണ് കേട്ടോ പാടത്ത്. പാടത്തിൻ്റെ പക്കത്തായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പയ്യൂരുള്ളി ശിവക്ഷേത്രമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുത് പോരാം കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്തുള്ള അങ്ങനെ കവുങ്ങിൻ്റെ കൃഷിയാണ് കേട്ടോ. കവുങ്ങുണ്ട്, തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ രാവിലെ നേരത്തെ കൊണ്ട് ആരും വന്നിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ചെരുപ്പൂര് അപ്പം ഞങ്ങളിതാ പുറമേ കൂടെ വെളുത്തിട്ടിട്ട് ഉള്ളിൽ കയറാച്ചിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇവിടെ ചെയ്യാറുള്ളത്. ഈ അമ്പലത്തിൽ ഇപ്പോൾ പ്രതിഷ്ഠാദിനം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ധനുമാസത്തിലാണ് പ്രതിഷ്ഠാദിനം ഉണ്ടായിരുന്നത്. നല്ല കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ലേ. രാവിലെ നേരത്തതൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാവും. നമ്മൾ 4 പേർ ചുറ്റിയിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറട്ടെ ചെയ്യുക. പിന്നെ വരുമ്പോൾ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് പോവുകട്ടെ ചെയ്യുക. അങ്ങനെയാണ് ഇവിടെ പതിവ്. അങ്ങനെ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. പാറു, ഇനി ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളത് അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മക്കളത് അവിടെ സ്റ്റേജിലൊക്കെ ഒന്ന് കയറി നോക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മൾ അമ്പലത്തെ പ്രസാദമാണ് കേട്ടത്. ഇവിടെ കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് അമ്പലത്തിൽ നിന്ന് പോകുന്നു കേട്ടോ. അമ്പലത്തിൽ ഇവിടെ താഴെ കിട്ടുന്ന നിറയെ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്ത് തെങ്ങും കവുങ്ങാണ്. ഇവിടെ റബ്ബർ തോട്ടമാണ് കേട്ടോ. ഇപ്പോഴും മഞ്ഞ് പോയിട്ടില്ല കേട്ടോ. ഇപ്പോഴത്തെ സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നല്ല രീതിയിൽ മഞ്ഞുണ്ട്. മക്കൾ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ നടന്നു വന്നത്. അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലാട്ടോ വരാറുള്ളത്. അപ്പോൾ രാവിലെ നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് പാടത്തേക്കുള്ള കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് നമുക്ക് വീട്ടിലേക്കുള്ളത് കേട്ടോ. പാടം ഇപ്പോഴും മഞ്ഞ് നല്ല രീതിയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. നല്ല പോകുമ്പോൾ നല്ല കുന്നാട്ടോ, കയറി പോകണം.
അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നേരെ വീട്ടിലേക്ക് എത്താനായിട്ടോ. വരുമ്പോൾ നല്ല കയറ്റാണ്, അതിൻ്റെ ഒരു ക്ഷീണം മുഖത്ത് കാണുന്നുണ്ടാവും കേട്ടോ. പോകുമ്പോൾ നല്ല ഉഷാറോട് കൂടിയാണ് പോയത്, വരുമ്പോൾ പറ്റില്ല. എപ്പോഴും വണ്ടിയിൽ പോയി ശീലമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മടിയാട്ടപ്പോൾ. അപ്പം അങ്ങനെ വീടെത്താറായിട്ടുണ്ട് കേട്ടോ. ഇതായിട്ട് നമ്മളെ കയറ്റം പോണ റോഡ്. മക്കൾ കുറച്ച് ഓടി നോക്കുക കേട്ടോ, മത്സരിച്ച് നോക്കണം ആരെ മുമ്പിലെത്തുക എന്നിങ്ങനെ നോക്കുക കേട്ടോ. ഇപ്പോഴല്ലേ പറ്റും, അവരിങ്ങനെ നടക്കാറില്ലല്ലോ. അപ്പോൾ രാവിലെ നേരം നടന്ന് പോകാമെന്ന് വിചാരിച്ചു അമ്പലത്തേക്ക് കേട്ടോ. അപ്പം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ തറവാട്ടിലൂടെ കയറിയിട്ടാട്ടോ പോണത്. തറവാട് അടുത്ത് തന്നെയാണ്, എന്നാലും നമ്മൾ ഇവിടുന്ന് നേരെ പോകുമ്പോൾ കൂടെ കൂടി ഇറങ്ങിയിട്ട് പോകാൻ വിചാരിച്ചു കേട്ടോ. ഇതെന്താ കളി? നമ്മളെ ഊരകക്കായ ഇല്ലേ, ഊരകക്കായ അങ്ങനെ മേലിൽ ഒട്ടിച്ച് കളിക്കുക കേട്ടോ. ഇതിങ്ങനെ പിന്നെ നമ്മൾ മേലിൽ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടുന്നതുണ്ടോ, കണ്ടോ? നമ്മൾ ദേഹത്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒട്ടിയിരിക്കട്ടോ. അതാണ്ടോ, കണ്ടില്ലേ? അതാണ് പിന്നെ കളി രാവിലെ തന്നെ. മുടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചാൽ പിന്നെ പൂവന്നെ ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ ഇതാ നമ്മൾ തറവാടിൻ്റെ ഉമ്മർത്തെത്തിയിട്ടുണ്ട് കേട്ടോ. തറവാട്ടിലൂടെ കയറി പോവുകയാണേ. അതിന് തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ നമ്മളുടെ വീടും. അമ്പലത്തുനിന്നൊന്ന് വരുമ്പോൾ ഒന്ന് കയറുക. എന്താ മക്കളൊക്കെ ഗേറ്റ് തുറന്ന് അത് പോയിട്ടുണ്ട്. ഇതാണ് തറവാട് കേട്ടോ. അപ്പം നമ്മൾ ഗേറ്റ് നടക്കട്ടെ. മക്കൾ പിന്നെ എപ്പോഴും ഇവിടെ തന്നെയാണ് കേട്ടോ. ഒരു സ്കൂൾ പൂട്ടിയ കാരണം കൊണ്ടൊക്കെ ഒരു ദിവസം എല്ലാ ദിവസവും ഇവിടെ വന്ന് പൂട്ടും, ഇവിടെ ഒപ്പിട്ട് പൂട്ടോ. ഇവിടെ അച്ഛമ്മയും ചെറിയമ്മയും പാപ്പും ഉണ്ടുള്ളത്. ഇങ്ങനെ നമ്മൾ തറവാട്ടിലേക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ കയപ്പയ്ക്ക പന്തൽ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പാട്ടോ, ചെറിയമ്മയുടെ അടുപ്പാണ്. അപ്പം അങ്ങനെ നമ്മളെന്താ എളുപ്പ വഴി കൂടെ വീട്ടിലേക്ക് പോവുക കേട്ടോ. നമ്മൾ തൊടി കൂടെ ഉണ്ടോ പോണത്. ഇനി റോഡിൽ കൂടെ പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പം നേരെ തൊടി കൂടെ പോകുന്നു, അതല്ലേ എളുപ്പം. അപ്പം അതാണ് നമ്മളെ വീട്. ഇപ്പോഴും മഞ്ഞ് മാറിയിട്ടില്ല കേട്ടോ, നല്ല മഞ്ഞുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ അടയ്ക്കാപ്പഴം മരം. ഇത് കടച്ചക്കയാണ് കേട്ടോ. മുരിങ്ങ. ഇത് നമ്മുടെ തൊഴുത്താണേ. അങ്ങനെ നമ്മളിതാ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ റോസാ ചെടി കണ്ടില്ല, നിറയെ പൂട്ട് വെക്കാണ്ടില്ലേ, ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിത് തിരിച്ച് കെട്ടിയിരിക്കുകയാണ് കേട്ടോ. അതിങ്ങനെ പടരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാറു എന്തിനാ കെട്ടിയെന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, ഇടയിൽ മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ